നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് കഴിയുന്നതുവരെ അവർ കേരളത്തിൽ കാത്തിരിക്കുകയായിരുന്നു. ഫലം അറിയുന്നതിന് മുമ്പ് തന്നെ അവർ വീണ്ടും പണി തുടങ്ങിയിട്ടുമുണ്ട്. വൈദ്യുതി നിരക്ക് അത് തന്നെയാണ് വില്ലൻ. അത് കൂട്ടേണ്ടി വരും. ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഉണ്ടാകും. ഔദ്യോഗികമായ പ്രഖ്യാപനം ഉടൻ വരും. അതിനു മുമ്പ് തന്നെ പറയാതെ തന്നെ പവർ കട്ട് സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ സ്ഥിരമായിട്ടുണ്ട്. സർക്കാരിൻ്റെ കേന്ദ്രവിരുദ്ധ അഹങ്കാരം തന്നെയാണ് കേന്ദ്രം ജനങ്ങൾക്ക് വാരി വാരി കൊടുത്താലും അത് അതിർത്തിയുടെ പടിവാതിക്കലെത്തുമ്പോൾ അവിടെ അത് ജനോപകാരപ്രദമായ ഒരു പദ്ധതിയാണെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തി ഇങ്ങോട്ട് കയറ്റി വിടാത്ത ആ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ വിനയായിരിക്കുന്നത്. എന്തായാലും ആ വിധിയാണ് ഇപ്പോൾ കേരളത്തിൽ ജനത പവർ കട്ടായി മറ്റും അനുഭവിക്കുന്നത്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ്ങിനുള്ള സാഹചര്യമുണ്ടെന്നും അത് ഒഴിവാക്കാൻ ശ്രമം തുടങ്ങിയതായി നമ്മുടെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ കുമ്പസാരവും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാകും, അധികം വൈകാതെ തന്നെ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഉണ്ടായിരിക്കും. ഇനി ജനത്തോടാണ് എന്തും പറയാമല്ലോ, കാരണം വോട്ടെടുപ്പ് കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സോളാർ പദ്ധതികൾ വേണ്ടത്ര പ്രോത്സാഹനം നൽകിയിരുന്നെങ്കിൽ കേരളത്തിൽ വൈദ്യുതി ഉപഭോഗത്തിൽ ഇപ്പോൾ 20% പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന സോളാർ പദ്ധതി വഴി പാനലുകൾ സ്ഥാപിക്കാനുള്ള ചിലവിൻ്റെ ഒരു വലിയ ഭാഗം കേന്ദ്ര സർക്കാർ സബ്സിഡിയായി നൽകുന്നുണ്ട്. 3 കിലോവാട്ട് വരെയുള്ള സിസ്റ്റങ്ങൾക്ക് നിലവിൽ 78,000 രൂപ വരെ സബ്സിഡി നൽകുമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഏത് വിഭാഗമാണ് വൈദ്യുതി ഉപഭോക്താക്കൾ അറിയിച്ചിട്ടുള്ളത്? പ്രതിമാസം 300 യൂണിറ്റ് വൈദ്യുതി വരെ ഇങ്ങനെ സൗജന്യമായി നമുക്ക് ലഭിക്കും. വീട്ടിലെ ആവശ്യത്തിന് ശേഷം ബാക്കി വരുന്ന വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകാൻ സാധിക്കും. ബാക്കി വരുന്ന വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകുന്ന തുക KSEB ഉപഭോക്താവിന് തിരിച്ചു നൽകണം. ഇതാണ് KSEB സോളാർ പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മടിക്കുന്നതിന് കാരണം. കാശ് തിരിച്ചു കൊടുക്കണമല്ലോ. കൂടാതെ സ്വകാര്യ കമ്പനികളിൽ നിന്നും വൈദ്യുതി വാങ്ങുന്നതോടെ വൻ തുകയാണ് കമ്മീഷൻ. പവർ എക്സ്ചേഞ്ചിൽ നിന്നും അനുദിനം വാങ്ങുന്ന വൈദ്യുതിക്ക് പല വിലയാണ്. ആ വില കൂട്ടി വാങ്ങിക്കുമ്പോൾ തക്ക കമ്മീഷൻ സംസ്ഥാനത്തിന് ലഭിക്കുകയും ചെയ്യും. അതൊക്കെ കൊണ്ടാണ് അവർ കേന്ദ്ര പദ്ധതിയെ നിഷ്കരണം തിരിഞ്ഞു നിന്ന് തള്ളിക്കളയുന്നത്. പവർ എക്സ്ചേഞ്ചിൽ നിന്നും വില കൂടിയ അളവിൽ വൈദ്യുതി ലഭ്യമാക്കുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ പൊതു തെളിവെടുപ്പ് വരാൻ പോവുകയാണ് ഈ 22-ാം തീയതി. അതിനുശേഷം വൈദ്യുതി നിരക്ക് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള അനുമതി അത് ലഭ്യമാക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്നാണ് ഇപ്പോൾ വൈദ്യുതി മന്ത്രി പറയുന്നത്. അപ്പോൾ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ മുന്നിൽ അപേക്ഷ കൊടുത്ത് വീണ്ടും കാത്തിരിക്കുകയാണ് ഈ വേനൽക്കാലത്ത് നമ്മുടെ വൈദ്യുതി വകുപ്പ്. വൈദ്യുതി പുറത്തു നിന്നും കൂടിയ നിരക്കിൽ വാങ്ങിക്കുന്നതിനാൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വരും. ആര് പറഞ്ഞു വാങ്ങാൻ? KSEBയുടെ ബാധ്യത നികത്താൻ ഇന്ധന സർചാർജ് എന്ന പേരിലോ യൂണിറ്റ് നിരക്ക് കൂട്ടിയോ ഉപഭോക്താക്കളിൽ നിന്നും പണം വീണ്ടും പിടുങ്ങാനാണ് ഇപ്പോൾ ശ്രമം തുടങ്ങിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ സർക്കാർ തലത്തിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്, സാധിച്ചില്ല. അങ്ങനെ ലോഡ് ഷെഡിങ് പോലുള്ള ചില അവശ്യ നടപടികൾ അത് വേണമായിരുന്നു, അത്രയും സർക്കാർ പറയുന്നത് അങ്ങനെയാണ്, അത് മാറ്റിവെക്കേണ്ടി വന്നു. അങ്ങനെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ മാറ്റിവെക്കേണ്ടി വന്ന എല്ലാം ഇതാ തിരിച്ചെടുക്കുകയാണ്. അതിനിപ്പോൾ വൈദ്യുതി നിരക്ക് കൂട്ടേണ്ട റെഗുലേറ്ററി കമ്മീഷൻ മുന്നിലുള്ള ബോർഡിൻ്റെ ആവശ്യമായാലും ഒക്കെ വീണ്ടും പുനഃപരിശോധിക്കാൻ ബോർഡ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി അവർക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് ഇടതു മുന്നണിക്ക് വ്യക്തമായി കഴിഞ്ഞു, വൈദ്യുതി വകുപ്പിന് വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ അധികഭാരം ജനത്തിൻ്റെ തലയിൽ വീണ്ടും അടിച്ചേൽപ്പിച്ചിട്ട് രക്ഷപ്പെടാം. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് കൊണ്ടുവന്ന് രാജ്യത്തെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും അവരെല്ലാം നടപ്പാക്കുന്ന ഈ സൂര്യഘർ യോജന വൈദ്യുതി സബ്സിഡി പദ്ധതി, സോളാർ സബ്സിഡി പദ്ധതി അത് കേരളത്തിലെ ഭൂരിഭാഗം വീടുകളിലും നടപ്പാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ കേരളം ഈ ലോഡ് ഷെഡിങ്ങിനോ വൈദ്യുതി നിരക്ക് കൂട്ടാനോ ഒന്നും അതിന് പിന്നാലെ പോകേണ്ട കാര്യമേ ഇല്ലായിരുന്നു. ജനം ഇത് തിരിച്ചറിയണം. വീണ്ടും കറണ്ടടിപ്പിച്ച് കൊല്ലാനാണ് ഇപ്പോൾ ഇവർ ശ്രമിക്കുന്നതെന്ന് ജനം വീണ്ടും തിരിച്ചറിയണം. കുറേ കാലത്തേക്ക് സബ്സിഡി നൽകാൻ മടിച്ചിട്ട് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ സർചാർജ് വർദ്ധിപ്പിക്കാനോ ഒന്നും തുനിയാതെ ഇടത് സർക്കാർ മിണ്ടാതിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും നിവേദനങ്ങളുമായി ആവശ്യങ്ങളുമായി അവർ റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചു കഴിഞ്ഞു. പൊതു തെളിവെടുപ്പ് എന്ന റെഗുലേറ്ററി കമ്മീഷൻ്റെ പ്രഹസന ചടങ്ങൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ റെഗുലേറ്ററി കമ്മീഷൻ തന്നെ അനുമതി കൊടുക്കും KSEBക്ക് തങ്ങളുടെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനും ലോഡ് ഷെഡിംഗ് അടക്കം നടപടികളുമായി മുന്നോട്ട് പോകാനും. എന്തായാലും അനുഭവിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ തന്നെയാണെന്ന് ഇനിയെങ്കിലും നിങ്ങൾ ജനം ഓർക്കണം.